കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ്റെ മായകൾ നമുക്കറിയാലേ, ചില സമയത്ത് ഭയങ്കര സഹ്യമായി തീരും. അതൊക്കെ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ കളികളാണ്. സത്യത്തിൽ നമുക്ക് തോന്നാറുണ്ട്, ചില സമയത്ത് നമ്മൾ വല്ലാതെ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഡൗൺ ആക്കണ ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ പെട്ടെന്ന് ഞെട്ടിക്കുക, നമ്മളെ വേദനിപ്പിക്കുക. നമ്മൾ വല്ലാതെ സന്തോഷിച്ച് കുറച്ച് നാൾ കഴിയും, അപ്പം തന്നെ ഒരു പണി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വളരെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത്, നമ്മൾ തളർന്നു പോണ സമയത്ത്, വരിയിൽ നിന്നേ പോയി എന്ന് തോന്നുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ഥാനത്തിൽ നമ്മളെ അവരോഹിക്കും. ഇങ്ങനെയൊക്കെ വന്ന ഇതൊക്കെ തോന്നുമ്പോൾ എനിക്ക് തോന്നും ജീവിതം നിഷ്പ്രഭാണ്. അതായത് മായയാണ്, കണ്ണൻ്റെ മായയാണ്. കണ്ണൻ്റെ മായ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാണുന്നതെല്ലാം നിരർത്ഥകമാണ്, എല്ലാം ഭഗവാന്റെ മായയാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം. ഇവിടെ ഒരു ധ്വനിയാണുള്ളത്, ഓങ്കാരമെന്ന ആ മന്ത്രം അല്ലെങ്കിൽ ബ്രഹ്മമാണുള്ളത്. അങ്ങനെയൊക്കെ പറയാൻ മാത്രം ആയിട്ടില്ല ഞാൻ, എങ്കിലും ഞാൻ പറയാണ്. അതുകൊണ്ടാണ് നമ്മതൊന്നും നമ്മൾ തിരിച്ചറിയാതെ പോവാണ്. നമ്മൾ ഇവിടുത്തെ മോഹങ്ങളിലും ബന്ധങ്ങളിലും പെട്ട് നമ്മൾ ഇങ്ങനെ വല്ലാതെ വെറിയായി പോവാണ്. ബന്ധങ്ങളൊക്കെ ഇതാണ് സത്യമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ ഓരോ മായ കാണിച്ച് ഇതൊന്നുമല്ല സത്യം, സത്യം ഞാനാണ്, സത്യം ബ്രഹ്മമാണ് എന്ന് നമ്മളെ അറിയിക്കും. അതായത് വളരെ സന്തോഷം വേണ്ട, വളരെ ദുഃഖം വേണ്ട എന്നാണ് എൻ്റെ മനസ്സെന്നെ പഠിപ്പിച്ചത്, അനുഭവങ്ങളും. അതായത് നമ്മൾ ഒരു മിതമായിട്ട് പോവുക, ഭഗവാനെ വിളിച്ച്. എല്ലാത്തിലും അധികം സന്തോഷം പാടില്ല, വല്ലാണ്ട് ദുഃഖിക്കാനും പോയി കഴിഞ്ഞാലേ അതല്ല ഭഗവാന്റെ ഒരു തത്വം എന്ന് പറയുന്നത്. മനസ്സിനെ ചഞ്ചലമാക്കാതെ സ്ഥിരമായിട്ട് വയ്ക്കുക, ഒരു മുനിയുടെ അവസ്ഥ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണത്, പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. പലരൊക്കെ പണി കിട്ടി ആയിട്ടുണ്ടാവും, അതുപോലെ ആയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കലി. ഇനി ഒന്നിലും വല്ലാണ്ട് സന്തോഷിക്കാനും ഇല്ല, ദുഃഖിക്കാനും ഇല്ല. ഞാൻ എൻ്റെ മനസ്സ് ഒരു സ്ഥിതപ്രജ്ഞയിൽ നിർത്തുകയെന്ന് പറയും. അപ്പോൾ ഗീതയൊക്കെ വായിക്കുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സ്ഥിതപ്രജ്ഞരാവാൻ എന്താണെന്നൊക്കെ. പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മുടെ ഭൗതിക മോഹങ്ങൾ നമ്മുടെ മനസ്സിനെ ചഞ്ചലാക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക, ഇതന്നെയാണ് കണ്ണൻ്റെ മായ. കണ്ണൻ്റെ കളികൾ അങ്ങനെയാണ്. അതായത് നമ്മളെ ഒരു മോഹവലയത്തിൽ പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ദുഃഖം അനുഭവിക്കുന്നത് എന്താണ്? നമ്മുടെ മുജ്ജന്മ കർമ്മഫലങ്ങളുടെ ഫലമായിട്ടാണ്. പക്ഷേ നമ്മൾ ഒരു സന്തോഷത്തിന് നമ്മൾ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് മതിമറന്ന് സന്തോഷിക്കുമ്പോൾ പിന്നാലെ നമ്മളൊരു ദുഃഖം അനുഭവിച്ചെന്ന് വരും. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ അനുഭവിച്ചതൊന്നും ബ്രഹ്മാനന്ദമല്ല. ആ ആനന്ദം ബ്രഹ്മാനന്ദമല്ല, വെറും ഭൗതികമായ ആനന്ദമാണ്. ബ്രഹ്മാനന്ദമാണ് എന്തു പറയുന്നത്, നിത്യവും സന്തോഷമായിട്ടിരിക്കുക, നിത്യമായ ആനന്ദം, അതാണ് ബ്രഹ്മാനന്ദം. ഈ ബ്രഹ്മാനന്ദം കിട്ടണമെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മാത്രം മോക്ഷത്തിൽ മാത്രം കിട്ടുമെന്നുണ്ടോ? ഇല്ല. എത്രയോ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, എത്രയോ സന്യാസിമാർ, എത്രയോ മുനിവര്യന്മാർ ഇപ്പോഴും ബ്രഹ്മാനന്ദത്തിലാണ്. കാരണം അവർ ഭൗതികമായ സുഖങ്ങളിൽ നിന്നും അവരകന്നു, അവർ മാനസികമായി ഭഗവാനിൽ ലയിച്ചു. അവരുടെ ആ ഒരു ബുദ്ധി ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. ഓൾറെഡി അവർ മോക്ഷം നേടി, എന്നിട്ടും ജീവിച്ചിരിക്കുന്നവരുണ്ട്. എത്രയോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഹിമാലയത്തിലൊക്കെ ഒരുപാട് യോഗികൾ. എനിക്കതെന്നും അത്ഭുതമാണ്. അതായത് വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന, അതായത് നമ്മൾ 100 കഴിഞ്ഞിട്ടും ഒക്കെ കുറേ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന, എത്രയോ വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്യാസിമാർ ഹിമാലയത്തിലൊക്കെ ഉണ്ട്. അവരൊക്കെ മോക്ഷങ്ങൾ നേടിയ ആൾക്കാരാണെന്ന് പറയുന്നു. അവർ മോക്ഷം നേടി എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം എവിടെയാണ്, മനസ്സൊക്കെ ഭഗവാനിൽ ലയിച്ചു.
ഓൾറെഡി ജീവസമാധി എന്നൊക്കെ പറയുന്ന അറിയാലോ. അപ്പോൾ നമ്മൾ അനുഭവിച്ച സന്തോഷമൊന്നും ബ്രഹ്മാനന്ദമല്ല, അത് ഭൗതികമായ ആനന്ദങ്ങളാണ്. അതുകൊണ്ട് ഭൗതികമായി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ഉള്ളതിനും നമുക്കൊരു ഒരു ദുഃഖവും ഉണ്ടായിരിക്കും. അപ്പോൾ ഭൗതികമായിട്ടുള്ള സുഖത്തിനുപരി ഭഗവാനിൽ പതുക്കെ പതുക്കെ ആനന്ദം കണ്ടെത്തി തുടങ്ങുക. അപ്പോൾ നമ്മുടെ ഈ ഭൗതികമായ സന്തോഷങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ആനന്ദം, അതിൽ കാണിക്കുന്ന മോഹങ്ങൾ എല്ലാം കുറയുകയും പിന്നെ നമ്മുടെ മനസ്സിന് ഒരു ന്യൂട്രൽ അവസ്ഥ കൈവരുകയും ചെയ്യും. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കുറച്ച് മനസ്സിനെ പക്വതയോടുകൂടി എല്ലാ കാര്യങ്ങളും നേരിടുക, സ്ഥിതപ്രജ്ഞരായിരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് പോണത്. അതുവരെ നമ്മളെപ്പോഴും മനസ്സ് വളരെ കലുഷിതമായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷിക്കുമ്പോഴേക്കും എന്തെങ്കിലും ദുഃഖം വരാം. അപ്പോൾ നമ്മൾ ഭഗവാനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ. നമ്മൾ ദുഃഖം വരുമ്പോൾ ആദ്യം ഭഗവാനെ പറയാം, ഞാൻ ഇത്രയും വിളിച്ചിട്ട് എന്താ ഇങ്ങനെ, ഞാൻ എന്തോരം ഭഗവാനെ വിളിക്കണോ, എന്നിട്ട് ഭഗവാൻ എന്താ എനിക്കിങ്ങനെ. പക്ഷേ ചില സമയത്ത് നമുക്കൊന്ന് ഭഗവാൻ ഇല്ലാണ്ട് എന്താ ഇങ്ങനെ, ഭഗവാനൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്താ ഇങ്ങനെ അനുഭവിക്കണം, ഭഗവാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ അറിഞ്ഞിട്ടില്ല, അറിയേണ്ട രീതിയിൽ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയേണ്ട രീതി, നമ്മൾ ഈ ഭൗതികതയിലാണ് നമ്മൾ രമിക്കുന്നത്. പക്ഷേ ഈ ഭൗതികതയെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഭഗവാനിൽ മനസ്സുറപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരു ആനന്ദം കണ്ടെത്തുക, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ശരിക്കും നമ്മളെ ഗീത പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനെ തന്നെ എങ്ങനെ നേരിടാം, അതായത് ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു വഴികാട്ടിയാണ് ഗീത. അത് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബ്രഹ്മാനന്ദം ഫീൽ ചെയ്യും. അപ്പോൾ ഇപ്പം കാണുന്ന ഈ സുഖങ്ങളെല്ലാതും അപ്പം എന്താണ്, ഭഗവാന്റെ മായയാണ്. ഈ ദുഃഖങ്ങളും ഭഗവാന്റെ മായയാണ്. ഭൗതികമായിട്ടുള്ളതെല്ലാം മായയിലുണ്ടായതാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.